നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ വ്യോമസേന പൈലറ്റിനെ കാണാതായി എന്നും ഒരു MiG-21 വിമാനം നഷ്ടമായെന്നും സ്ഥിരീകരിച്ച വിദേശകാര്യ മന്ത്രാലയം MiG-21ന്റെ പൈലറ്റ് അഭിനന്ദൻ വർദ്ധമനെയാണ് കാണാതായിരിക്കുന്നത്. പാക് അധീന കാശ്മീരിൽ 3 കിലോമീറ്റർ അകത്തുവെച്ചാണ് MiG-21നെ പാക് സൈന്യം വെടിവെച്ച് വീഴ്ത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പാകിസ്ഥാനിൽ വെച്ച് 2 ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്നും 2 ഇന്ത്യൻ പൈലറ്റുമാരെ പിടികൂടിയെന്നും പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ ട്വീറ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയുടെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. പിടികൂടിയ പൈലറ്റുമാരിൽ ഒരാൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്നും പാക് സൈനിക വക്താവ് അറിയിച്ചിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ഉദ്യോഗസ്ഥൻ ആണെന്ന് പറഞ്ഞ് കണ്ണ് മൂടി കെട്ടിയ ഒരാളുടെ വീഡിയോ ചിത്രം പാകിസ്ഥാൻ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ആദ്യം ഇത് നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് എന്തെങ്കിലും തകരാർ പറ്റിയതായി റിപ്പോർട്ട് ഇല്ലെന്നും അവർ വ്യക്തമാക്കുകയായിരുന്നു. 2 ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ന് രാവിലെ പറന്നുവെന്നും അതിനാലാണ് വിമാനം വെടിവെച്ച് വീഴ്ത്തിയതെന്നും മേജർ ആസിഫ് ഗഫൂർ ട്വിറ്ററിൽ ആരോപിക്കുന്നുണ്ട്. പാകിസ്ഥാൻ എയർ സ്പേസിൽ നിന്നുകൊണ്ടാണ് പട്ടാള നടപടി ഉണ്ടായതെന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പുറത്തുവന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ആസിഫ് ഗഫൂറിന്റെ ട്വീറ്റ് ഉണ്ടായിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ നൌഷേരയിൽ 3 പാക് വിമാനങ്ങൾ വ്യോമ അതിർത്തി ലംഘിച്ചുവെന്നും വിമാനങ്ങൾ നിയന്ത്രണ രേഖയ്ക്കടുത്ത് ബോംബുകൾ വർഷിച്ചുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ഒരു വിമാനം ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടു. ഇന്ന് രാവിലെ പാകിസ്ഥാന്റെ 2 F-16 വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചുവെന്നും ഇന്ത്യൻ വ്യോമസേന ഇവയെ തിരിച്ചയച്ചുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകളുമായി വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.